ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്കൊരു നല്ല ബീട്രൂട്ട് മുട്ടത്തോരൻ ഉണ്ടാക്കുക കേട്ടോ. ബീട്രൂട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാമല്ലോ, അത് പോഷകങ്ങളുടെ നല്ലൊരു ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്ന്. ബീട്രൂട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ചുവന്ന രക്തകോശങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പിന്നെ ഇരുമ്പും പ്രോട്ടീനും എല്ലാം ഇതിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളെല്ലാം ഉള്ളതാണ്. അങ്ങനെ പോഷക ഗുണങ്ങളുടെ വലിയൊരു നിര തന്നെയുണ്ട് ബീട്രൂട്ടിൽ. അപ്പോൾ നമ്മൾ കഴിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ബ്ലഡ് കുറവെന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടർമാർ ആദ്യം തന്നെ പറയുന്നത് എന്തെന്നാണ്, ബീട്രൂട്ട് കഴിക്കാൻ. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു, 1 ടേബിൾ സ്പൂൺ കടുകിട്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. പക്ഷേ ഒരു നല്ലതാണ്, ഇങ്ങനെ നമുക്ക് കടിക്കും ഇങ്ങനെ വെക്കുമ്പോൾ. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതിട്ടിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുന്ന നേരത്തിന് നമ്മൾക്കതിനകത്തേക്ക് ഒരല്പം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ തന്നെ പറയാം. ബീട്രൂട്ട് ഇപ്പം പറഞ്ഞില്ല, നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. പിന്നെ അത് ഇപ്പോൾ മെഴുക്ക് പുരട്ടിയായിട്ടാണ് കൂടുതൽ ആളുകൾ കഴിക്കാറുള്ളത്. ഇത് ഞാൻ ഒരല്പം തേങ്ങയിട്ട് തോരനാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഹലുവ ഉണ്ടാക്കി കഴിക്കും, ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കി കഴിക്കും. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വൈൻ ഉണ്ടാക്കിയതിൻ്റെ പോസ്റ്റ് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണേ. പിന്നെ ഇത് എൻ്റെ ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ, ഒന്ന് ഷെയറൊക്കെ ചെയ്യണം. പിന്നെ ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടി ഒന്നിങ്ങനെ വഴന്ന് ഒരു ചെറിയ ആ മണമൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു പകുതി തേങ്ങ പൊടിയാണ് ഇട്ടേക്കുന്നത്. എൻ്റെ ഈ തേങ്ങ ഇല്ലാഞ്ഞ കാരണം ഞാൻ തേങ്ങപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ആ തേങ്ങപ്പൊടി അതിനകത്തേക്ക് ഇട്ട് അതും ഒന്ന് മിക്സ് ചെയ്യുക. നാട്ടിലൊക്കെ നമ്മൾ തേങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് ബീട്രൂട്ടിൻ്റെ ഒപ്പം ഇടുന്നത്. ഇത് ഞാൻ തേങ്ങപ്പൊടി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതിനകത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ടതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് ഒരല്പം ഉപ്പ് കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ തേങ്ങ പൊടിയായതുകൊണ്ട് ഞാനൊരല്പം കൈവെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം തേങ്ങയാണെങ്കിൽ തേങ്ങയിൽ നല്ല ഈർപ്പമുണ്ടാവുമല്ലോ, അപ്പോൾ വെള്ളം തളിക്കേണ്ട ആവശ്യമില്ല. മൂടി വെക്കുമ്പോൾ തന്നെ ഇതിലൊക്കെയുള്ള വെള്ളം ആവിയായിട്ട് തന്നെ വീണ് അത് വെന്ത് കിട്ടും. പക്ഷേ ഞാനൊരല്പം കൈവെള്ളം തളിച്ച് കൊടുക്കുന്നത് അതുകൊണ്ടിട്ടാണ്, ഒരല്പം മതി. പിന്നെ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കാം, ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം. ആ 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലവണ്ണം ഇത് വെന്ത് കിട്ടും. ഞാൻ കൈവെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നിറമൊന്നും ഒട്ടും ഇതിൻ്റെ നിറം നഷ്ടപ്പെടാതെ തന്നെ നമ്മൾക്ക് ഈ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് തോരനുണ്ടാക്കുമ്പോഴേക്കും ഒട്ടും അതിൻ്റെ നിറം നഷ്ടപ്പെടുന്നില്ലെന്ന് തന്നെയല്ല, ഇത് ബീട്രൂട്ട് ഒരുപാട് വേവിച്ച് അലിയിച്ച് കഴിക്കുന്നതിലും നല്ലത് അതൊരു 90% വേവിച്ച് കഴിക്കുന്നതാണ്. ചിലർ ബീട്രൂട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതാണെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കും. പിന്നെ മിക്കവരും നമ്മുടെ നാട്ടിൽ തോരൻ വെക്കുമ്പോഴും ഇങ്ങനെ മെഴുക്ക് പുരട്ടി വെക്കുമ്പോഴും ചെറുതായിട്ട് അരിഞ്ഞാണ് എടുക്കാറുള്ളത്. പക്ഷേ തോരൻ എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ എടുക്കുന്നതാണ്. പിന്നെ അതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിയുടെ ആ ഒരു എരിവ് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ മുന്തി നിൽക്കും, അത് നമുക്ക് അറിയാൻ പറ്റും. ഇത് ഞാൻ ചോറിന് മാത്രമല്ല കേട്ടോ കഴിക്കുന്നത്, ഞാനല്ലാതെ ചിലർക്ക് ചായക്കൊക്കെ ചെറിയ സ്നാക്സൊക്കെ ആയിട്ട് ഒരല്പം എടുത്ത് ഒരു ചെറിയ ബൗളിലൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ഒരല്പം കൂടി എണ്ണ അങ്ങനെ ഒഴിച്ചിട്ട് ഒരു മുട്ട കൂടി അതിനകത്തേക്ക് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നു. 2 മുട്ട വേണേൽ 2 മുട്ടയുടെ, പക്ഷേ ഞാൻ 1 മുട്ട എടുത്തുള്ളൂ. ഒരുപാട് മുട്ടേൻ്റെ ടേസ്റ്റ് വരണ്ടല്ലോ എന്നൊക്കെ, മുട്ടയുടെ ടേസ്റ്റ് അധികമുള്ള വേണ്ടവർക്ക് വേണമെങ്കിൽ
ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഈ മുട്ട ഒന്ന് പതിയെ ചിക്കി കൊടുക്കുക. 1 മിനിറ്റ് കഴിയുമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിങ്ങനെ വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ മുട്ട നമ്മൾക്ക് നല്ലവണ്ണം ഒന്ന് ചിക്കി കൊടുക്കുക. അപ്പോഴേക്കും ഈ ബീട്രൂട്ടുമായിട്ട് എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാകും. കണ്ടോ? പിന്നെ എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഈ മുട്ട ഈ ബീട്രൂട്ടിൽ നല്ലവണ്ണം മിക്സായി കണ്ടോ? ഇങ്ങനെ നല്ലവണ്ണം മിക്സാക്കി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു 2 മിനിറ്റ് നമുക്ക് ഈ മൂടിയൊക്കെ വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇപ്പം നല്ല കറക്റ്റായിട്ടുണ്ട്. വെള്ളവും ഒക്കെ പറ്റി മുട്ടയും ബീട്രൂട്ടൊക്കെ നല്ലവണ്ണം മിക്സായിട്ടുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. അതിനുശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ പറയണം. ഓക്കെ, ബൈ.